everyone, welcome to Talk Series with Levitate Fam. ഞാൻ രൽക്ക. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ടീം സാത്വിക. ഞാൻ ഇത് പ്രൊണൗൺസ് ചെയ്യുന്ന റൈറ്റ് അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഇവരെ കുറിച്ച് ഇന്ന് അറിയാം. ഇവർ നമ്മളുടെ കൂടെ ലെവിറ്റേറ്റ് ഫാമിൻ്റെ കൂടെ വൺ ഓഫ് ദ ഫസ്റ്റ് ഷോ മുതൽ കൂടെ ഉണ്ടായതാ. അപ്പാപ്പനും മോണം 1, 2, 3 മഹാഓണം ഇനിയും ഒരുപാടുണ്ട്. അപ്പം നമുക്കിന്ന് ഇവരെ പരിചയപ്പെടാം. അപ്പം എന്താ പേര്? എൻ്റെ പേര് ഗൗരി. നാട്ടിലെവിടെയാ? നാട്ടിൽ കോട്ടയത്ത്. ഇവിടെ എത്ര കാലമായി വന്നിട്ട്? ഇവിടെ ഇപ്പൊ ഏപ്രിൽ 2 years ആവും വന്നിട്ട്. ഓക്കെ. എങ്ങനെയാണ് ടീം സ്വാതികനെ കണ്ടത്? ചേച്ചീനെ കണ്ടത് ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു ഓഡിഷൻ കോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് നീ ചുമ്മാ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കുമെന്നും പറഞ്ഞു. പക്ഷേ ബിഫോർ ദാറ്റ് ഞാൻ ചേച്ചീനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് കാനഡയിൽ ഡാൻസേഴ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ച് അങ്ങനെയാണ് ഞാൻ ചേച്ചീനെ പരിചയപ്പെടുന്നതും കോൺടാക്ട് ചെയ്യുന്നതും. ഓക്കെ. അടുത്താള്? എൻ്റെ പേര് റിക. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നു ഒരു കോഴ്സ് ചെയ്തിപ്പോൾ ഓൾമോസ്റ്റ് 2 years ആയി. കാനഡയിൽ വന്നിട്ട് എൻ്റെ സിസ്റ്ററാണ്. ഓ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്തു നിന്നാണ്. ഇവിടെ ഇപ്പം പഠിക്കുന്നു, പാർട്ട് ടൈം ജോലി ചെയ്യുന്നു. ചേച്ചിനെ കണ്ടത് ഫസ്റ്റ് ഒരു ഇവൻറ്റിനാണ്. അത് കോണ്ടാക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം വഴി. അങ്ങനെ ഇപ്പം ഒരു ഫാമിലിയായിട്ട് പോകുന്നു. നൈസ്. എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ എറണാകുളത്ത് നിന്നാണ് വന്നത്. ഇപ്പം ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്യുക. ഒരു വർക്ക്ഷോപ്പിന് പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്, പിന്നെ കേട്ടിട്ടില്ല. ഇതാണ് CEO എല്ലാം ഓഫ് ടീം സ്വാതിക. ഓൾ ഇൻ ഓൾ. എൻ്റെ പേര് റിഗ്ദ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 3.5 years ആയി റെഗുലേറ്ററി കെമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഡാൻസും സാത്വിക എന്ന് പറഞ്ഞ ടീം, ഡാൻസ് ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ. ഈ പേരിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ? അയ്യോ, ആൾക്കാരത് പറയാറേ ഉള്ളൂ. എന്താ മീനിങ്? റിഗ്ദ എന്നാണ് പേര്. അത് സംസ്കൃതമാണ് ശരിക്കും. അച്ഛന് ഭയങ്കര ഡിഫറെന്റ് പേരിടണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അത്യാവശ്യം കൂടുതൽ റിസർച്ച് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചാണ് റിഗ്ദ. അങ്ങനെ അത്രേ ഉള്ളൂ. ഈ ടീമിന്റെ പേര് പോലെ തന്നെ. ടീമിന്റെ പേര് എനിക്ക് അതുപോലെ കുറച്ച് വെറൈറ്റി വേണമെന്നുണ്ടായിരുന്നു. ആൾക്കാർക്ക് അത് പെട്ടെന്ന് കിട്ടാൻ പാടില്ല. ഞാൻ അച്ഛന്റെ പാത പിന്തുടർന്നു കുട്ടിയാണ്. അടുത്താള്? എൻ്റെ പേര് ഷംല. നാട്ടിൽ കോട്ടയത്താണ്. ഇവിടെ ഇപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനറായിട്ട് വർക്ക് ചെയ്യുന്നു. ചേച്ചീനെ ഞാൻ വർക്ക്ഷോപ്പിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ ടീമിലുണ്ട്. എൻ്റെ പേര് മൃദുല. ഞാൻ വന്നിട്ട് ഇത് 7ാമത്തെ വർഷമാണ്. ഞാനൊരു ഇൻ്റലക്ച്വൽ ഡിസബിൾ സെൻറ്ററിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഹൃദയ പരിചയപ്പെടുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഒരു ഫാഷൻ ഷോയിൻ്റെ ഒരു ഇതായിട്ടാണ് പരിചയപ്പെടുന്നത്. ഒരാളും കൂടി ടീമിലുണ്ട്, മിഥുല എന്ന് പറഞ്ഞിട്ട്. മിഥുല ഇന്ന് വരാൻ പറ്റിയില്ല, വേറൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. മിഥുല ഇതുപോലെ കണ്ണൂരിൽ നിന്നാണ്. ഇവിടെ ഇപ്പം സ്റ്റുഡൻ്റ് ആയിട്ട് സ്റ്റുഡൻ്റ് ആണ്, പാർട്ട് ടൈം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് മിഥുലിയുണ്ട്. മിഥുലി വർക്ക്ഷോപ്പ് ത്രൂ ആണ് വന്നത്. മിഥുലിയും ഷംലിയും ഒരുമിച്ചാണ് വന്നത്. ഓക്കെ. നമ്മൾ ഇന്നപ്പം ശരിക്കും മിഥുലനെ മിസ് ചെയ്തു. നന്നായിട്ട് മിസ് ചെയ്യും. ഓക്കെ. ഇതൊരു റൗണ്ട് ആട്ടോ. നമ്മളിപ്പോ റൗണ്ടിലേക്ക് കിടക്കുക. അപ്പം ഗെറ്റ് ടു നോ ദ ടീം പോലെയാ. ഓക്കെ. ഹൂ ടേക്സ് ദ ലോങ്സ്റ്റ് ടു ലേൺ എ കൊറിയോഗ്രാഫി? ലോങ്സ്റ്റ് അങ്ങനെ ആരും അങ്ങനെ ഒരുപാട് സമയം എടുത്തൊന്നും കൊറിയോ പഠിക്കുന്ന ആൾക്കാരില്ല. എനിക്കത് തോന്നിയിട്ടില്ല. ഞാൻ സ്റ്റെപ്പ് പറഞ്ഞു. ഇനീഷ്യൽ ഡേയ്സിൽ എല്ലാരും ഒരു മിനിമം ടൈം എടുക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയിട്ടില്ല. ഓക്കെ. അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഹൂ പിക്സ് ഇറ്റ് അപ്പ് റിയലി ക്വിക്ക്? അങ്ങനെ ആരാ ടക്ക് ടക്ക് എന്ന് പഠിച്ചിട്ട് ചെയ്യുന്നേ? പെട്ടെന്ന് പഠിച്ചോളും. എന്റെ പക്ഷെ ഓർമ്മ എന്തോ അത്യാവശ്യം ഓർമ്മ വേണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും ശ്രീനിധി. നല്ല നല്ല. പ്രാക്ടീസിൽ എപ്പോഴും ലേറ്റ് ആവുന്നത് ആര്? എന്താണെന്ന് അറിയില്ല. Okay. Who's most likely to sleep during rehearsals? അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ടയേർഡായി ഡ്രാമ ചെയ്യുന്ന ആരാ? അങ്ങനെ ആരും ചെയ്യാറില്ല. ഇപ്പം സിക്ക് ആണെങ്കിൽ ഒരു ഡിപ്പെൻസ്. സിക്ക് ആവുമ്പം അങ്ങനെ ആരും ടയേർഡായി സ്ലീപ്പി അങ്ങനെ ആരും. എല്ലാരും ഭയങ്കര പാഷൻ ഉള്ളതുകൊണ്ട് എപ്പോഴും വയ്യാഞ്ഞിട്ടും എല്ലാരും കളിക്കും. ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളിക്കും. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ സ്റ്റേജിന്റെ പുറകെ
ഷോ തീർന്ന പാടന്നെ കിടന്നിട്ടൊക്കെ നിങ്ങൾ ഇതാക്കാറുണ്ട്? ഉണ്ട് ഞങ്ങൾ അതുപോലെ ഞങ്ങൾ നടക്കും. അത് മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ ആരെങ്കിലും ഒരു ഇവന്റിന് വരുക, ഞങ്ങൾ സിക്ക് ആയിരിക്കും ആരെങ്കിലും ഒരാള്. അതെന്താണെന്നറിയില്ല, ഒന്നിക്ക് പനിയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലും സിക്ക് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഈ പെർഫോമൻസ് ചെയ്യുമ്പോൾ ആ സിക്നസ് ആരും കാണിക്കത്തില്ല. സോ നിങ്ങൾ മാക്സിമം കൊടുക്കും. പക്ഷെ ആ സോങ് തീരേണ്ട മൊമെന്റ് എവിടെന്ന് അറിയില്ല, ആ എനർജി മൊത്തം ഡ്രെയിൻ ആവും. ഞങ്ങൾ അപ്പൊ തന്നെ വീഴും. അങ്ങനെ 911 വിളിച്ച സീനായിട്ടുണ്ടോ? അത് ലിമിറ്റേറ്റ് ആയിരുന്നു വേറെ ഇവന്റ് പാരാമെഡിക്സ് ഒക്കെ വരാൻ. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ട്. അപ്പൊ ആക്ച്വലി അതൊരു ഞങ്ങൾ കയറുമ്പോ സ്റ്റേജിൽ കയറുമ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ചേച്ചി ഞങ്ങൾ പറഞ്ഞു കളിച്ചോളൂ, ബാക്കി പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ് പിന്നെ വീണ ചേച്ചി വന്ന് നോക്കിക്കോളാം. അറിയാം അതെ, രണ്ട് സൈഡിൽ ആൾക്കാർ സത്യം കയറുന്നുണ്ട്. അയ്യോ അയ്യോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. ഇത് എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കണം എന്നുണ്ടായതാ, ആരാണ് ഈ വൈറൽ ഡാൻസ് വീഡിയോസ് ഇങ്ങനെ ട്രെൻഡിങ് ഓഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്, നമുക്ക് ഈ പാട്ടില് റീൽ ചെയ്യാം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാതൊക്കെ പറഞ്ഞിട്ട് ആരാണ് ആ ബ്രെയിന്? ഞാൻ പറയാം, പക്ഷെ എനിക്ക് ബ്ലസ് ചെയ്യാൻ എനിക്ക് കൂടുതൽ അയച്ചു തരാറ്. അപ്പൊ അതിൽ ഞാൻ ഫിൽട്ടർ ചെയ്യും. പക്ഷെ ചെയ്യും. എല്ലാവർക്കും ഓരോ പാട്ട് ഇഷ്ടമുണ്ട്. പിന്നെ ഞങ്ങൾ ആക്ച്വലി ട്രെൻഡിങ് സോങ്സിന് പുറകെ ഞങ്ങൾ അധികം പോകാറില്ല. ഞങ്ങൾ ട്രെൻഡ് ആക്കും. ആക്ച്വലി ഞങ്ങള് വളരെ റെയർ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഇപ്പം ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോകുന്ന സോങ് ഒക്കെ എടുത്ത് ചെയ്യാന്നുള്ളത് ഭയങ്കര റെയർ ആയിട്ട് നിങ്ങൾ ചെയ്യത്തുള്ളൂ. ഞങ്ങൾ പഴയ സോങ്സ് ഏതെങ്കിലും പിടിക്കും, അത് ലേറ്റസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് ഞങ്ങൾ എടുക്കും. അത് അന്ന് മറ്റേ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രാക്ടീസിനുണ്ടായ സമയത്ത് കണ്ടായിരുന്നു. നിങ്ങൾ മറ്റേ സമ്മറിൻ ബത്ലഹേമത്തെ സോങ് ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ നോക്കുക, ഈ പാട്ടൊക്കെ ഇപ്പൊ ഉണ്ടോ, ഇവരെന്തിനാ ഇപ്പൊ ഇതിൽ ഡാൻസ് കളിക്കുന്നത്? പക്ഷെ നിങ്ങളുടെ കൊറിയോഗ്രാഫി ഒക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയായിട്ട് കളിക്കണം എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഡെഡ് ആയി നിൽക്കുക അവിടെ മറ്റേ ഫ്ലാഷ് മോബിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പം എല്ലാരും ചേട്ടൻ വന്ന് ചോദിക്കും 1 മില്യൺ ഇപ്പൊ തരാം, ഒരു കുളാബി പിടിച്ചോളൂ, ഞങ്ങൾ തന്നിരിക്കുന്നു. നൈസ് ടു നോ. ഓക്കെ, ഇത് കുറച്ച് ചിന്തിക്കേണ്ട വരും ചിലപ്പം. ലൈക്ക് വാട്ട്സ് യുവർ അൺഒഫീഷ്യൽ റോൾ ഇൻ ദ ടീം? അതായത് കുറച്ച് ഓപ്ഷൻസ് ഞാൻ ഇപ്പം ലൈക്ക് ഒരു അൺപെയ്ഡ് തെറാപ്പിസ്റ്റ്, അല്ലെങ്കിൽ ദ ഹോസ്റ്റ്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ദ മോട്ടിവേറ്റർ, സ്നാക്ക് ഡീലർ, ഇങ്ങനെ എപ്പോൾ വന്നാലും ഫുഡ് എൻ്റെ അടുത്ത് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോൾസ് എല്ലാം ഞാൻ തന്നെ. ഞങ്ങൾ ചെല്ലണം കിട്ടും. പിന്നെ ഫുഡ് ഓർഡർ ഞാൻ പോകുമ്പോഴും ഡ്രിങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എനർജി ഡ്രിങ്കും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ എല്ലാം ചേച്ചി ഞാൻ ചെയ്യാറ്. എനിക്ക് പക്ഷെ അവിടെ ഡൈറ്റ് ആയിരിക്കും, അവിടെ ഡൈറ്റ് ആയിരിക്കും. മേടിക്കുമ്പോ പറയും ഇത് അടിപൊളി കേക്കാ, ഇത് കഴിച്ചു നോക്ക്. എനിക്ക് വേണ്ട, ഞാൻ ഞാൻ ഷുഗർ ഞാൻ കഴിക്കില്ല. കാപ്പി കുടിക്കണതിന്റെ ഷുഗറിലോ ഒന്നുമില്ല. ഷുഗർ കഴിക്കുന്നവരെ പോലും പറയുന്നത് ഇത് കഴിക്കരുത്. അത് നല്ല ഹെൽത്ത് ഒക്കെ നോക്കണം ഇവിടെ. അപ്പൊ ചേച്ചി ഇവിടെ ലൈക്ക് കാനഡയിൽ ഡയറ്റ് കോൺഷ്യസ് ആണോ? ഇവിടുത്തെ ഫുഡ് ഒക്കെ നോക്കുമ്പോൾ ഡയറ്റ് കോൺഷ്യസ് ആണെന്നില്ല, എനിക്ക് കഴിക്കുന്നത് ഹെൽത്തി ആയിട്ട് കഴിക്കണം അങ്ങനെ ഒരു ഇതുണ്ട്. മാക്സിമം ശ്രദ്ധിക്കും. അങ്ങനെ അതായത് അവർക്ക് ഡയറ്റ് മറ്റേ കോക്കും പിസയും കേക്കും വാങ്ങിക്കൊടുക്കുന്നത് ചേച്ചി ഇങ്ങനെ. അതായത് ചേച്ചി അത് മേടിച്ചു തരുന്നതല്ല, നമുക്ക് ഡയറ്റ് താല്പര്യമില്ല. എന്തെങ്കിലും കഴിക്കണം. അപ്പൊ ഇവർക്ക് വീട്ടിലെ പ്രിഫറൻസ് ഇതൊക്കെ ആയിരിക്കും, പെപ്സി, കോള, അത് ഇത് കുറെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊണ്ട് പറ്റാത്തോണ്ട് ഞങ്ങൾ അത് ഓക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ത്രിൽഡ് ആയിട്ട് കണ്ടെങ്കിൽ കോക്കും പെപ്സി ഒക്കെ കൊണ്ടുപോകും. ഞാൻ മറ്റേ ഇതൊക്കെ വാങ്ങിക്കൊടുത്താ ഓക്കെ ഓക്കെ. അതെ, ഇന്ന് നിക്കി ചേച്ചി നമ്മളെ വിളിച്ച പോലെ ബിരിയാണി ഓക്കെ. നമ്മൾ ഇന്നലെ മുതലേ അത് വിചാരിച്ചിട്ടാ വന്നത്. ഹൂ ഹാസ് ദ മോസ്റ്റ് എംബാരസിംഗ് മൂമെന്റ്? ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഫണ്ണി ഡാൻസ് ഫെയിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്റ്റേജില് എംബാരസിംഗ് അല്ല, പക്ഷെ ഒരു ഫണ്ണി ആണോ എനിക്കറിയത്തില്ല. ഞങ്ങൾ രണ്ടും പെർഫോം ചെയ്തൊരു സമയം, ഞങ്ങളുടെ ഫസ്റ്റ് പെർഫോമൻസ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ഞങ്ങൾ രണ്ടുപേരും തലേ ദിവസം അന്ന് രാവിലെ കേട്ടാണ് ഈ കൊറിയൊക്കെ പഠിച്ച് പോയത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്റ്റെപ്പ് തെറ്റിച്ചു. പക്ഷെ ഞങ്ങൾ തെറ്റിച്ച്
ഞങ്ങൾ രണ്ടുപേരും മാറ്റി കളിക്കുമല്ലോ, അത് ഞങ്ങൾ സെയിം സ്റ്റെപ്പ് ആയിരുന്നു ചെയ്തത്. അപ്പൊ അത് ആർക്കും മനസ്സിലായില്ലല്ലോ ഇതൊക്കെയാണ്. കണ്ടു നോക്കുമ്പോ ഞങ്ങള് ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞാൻ ഒരു സ്റ്റെപ്പ് തെറ്റിച്ചായിരുന്നു, ഞാനും ഇവിടെ തെറ്റിച്ച സ്റ്റെപ്പ് അത് ഫണ്ണി ആയിട്ടൊരു ഞങ്ങൾക്ക് തോന്നി. അല്ലാതെ അയ്യോ പിന്നെ വേറൊരു പെർഫോമൻസിൽ ശരിക്കും പറഞ്ഞാൽ തലേദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ, പിറ്റേ ദിവസം സ്റ്റേജിൽ കയറും. ആ നേരത്തെ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തായിരുന്നു. അതുപോലെ ഞങ്ങൾ ചെയ്യുക. അപ്പൊ എന്റെ അടുത്ത് സർക്കിൾ ചെയ്യുമ്പോ വരാനേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ പാട്ട് എഴുതാൻ അറിയത്തില്ല. ഞങ്ങൾ സർക്കിളിന് ഞങ്ങൾ വെക്കാൻ വേണ്ടി ഞാൻ ഒച്ചെടുത്തു വാ കമോൺ പറയല്ല, അവിടെ നിന്ന് ഓടി വന്നിട്ട് ഞാനും പിന്നെ വന്നു, പിന്നെ എന്താ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തിട്ട് പോയി. നമ്മളോട് കളിച്ചു അല്ലേ? വരേണ്ട സമയത്തല്ല വന്നത്, പക്ഷെ എടുത്തു കളിച്ചു. ഇതൊക്കെ എന്ത് ഇതുപോലെ മിസ്സാഗയിൽ വെച്ചിട്ട് ശ്രീ അല്ല ഫ്രണ്ട് നിൽക്കുന്നു. അപ്പൊ ഒരു സ്റ്റെപ്പ് ശ്രീക്ക് തെറ്റി. അപ്പൊ പിന്നെ വീഡിയോ വരുമ്പോഴത്തേക്ക് എല്ലാരും അതേ സ്റ്റെപ്പ് ഞാനൊരു സ്റ്റെപ്പ് തെറ്റിച്ചു, നോക്കിയപ്പോ എന്റെ കൂടെ ഉണ്ടല്ലോ. അല്ല നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഓർമ്മയുള്ളത് ശ്രീക്കാണല്ലോ. അപ്പൊ പിന്നെ അതാണ് ശരി. ഓക്കെ, ഇനി അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ മോസ്റ്റ് ഡ്രാമാറ്റിക് ഇൻ ദ ഗ്രൂപ്പ്? ഡ്രാമ ക്വീൻ ആരാ ഇതില്? ഒരു ചെറിയ വിഷമം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമ്മാ ടയർഡ് ആകുമ്പോഴും ഏറ്റവും കൂടുതൽ ഡ്രാമ ഇടുന്നതോ അങ്ങനെ ആരാ? ഇവര് രണ്ടുപേരുണ്ട്. അവര് ഒരുമിച്ചിരിക്കുമ്പോഴേ തോന്നി ചക്കിക്കൊന്ന് ചങ്കരം പോലെ ഒരേ സ്ഥലത്ത് കെട്ടാൻ പറ്റുന്ന ആൾക്കാരാണ്. അതിൽ ഇവർ രണ്ടുപേരും ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ചധികം വിശന്ന് കഴിഞ്ഞാൽ ചേച്ചിമാരുടെ മുഖം അങ്ങ് മാറും, അതങ്ങ് മാറും. പിന്നെ ഞാനങ്ങ് മനസ്സിലാക്കി വേഗം ഭക്ഷണം കൊണ്ട് ഫീഡ് ചെയ്യണം. അപ്പൊ ചേച്ചി ശരിക്കും ഒരു മദർ ഓഫ് ദ ഗ്രൂപ്പ് തന്നെയാണല്ലേ? ക്യാപ്റ്റൻ ഓഫ് ദ ഷോ. ഇങ്ങനെ ബേബി സെറ്റ് ചെയ്യുന്ന പോലെ കുറെ. ചേച്ചി പക്ഷെ ശരിക്കും എൻജോയ് ചെയ്യുന്നില്ല ഇതൊക്കെ? ഞാൻ എന്നിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടമുള്ള വേറെ മുഖം കൂടെ ഉണ്ട്. ഒരുപാട് അലമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാ എന്ന് പറയുള്ളൂ, ഞങ്ങള് 4-6 അവിടെ ചെന്നോളും. പിന്നെ ഓക്കെ അതായത് പ്രോഗ്രാമിന്റെ കൊറിയോന്റെ സമയത്ത് ചേച്ചി ആ ഒരു വേറെ ഒരാളാണ്, അത് നമുക്കത് മനസ്സിലാവും. ടീച്ചർ സ്വഭാവം ആ ടോൺ മാറുമ്പോഴേ നമുക്കറിയാം ഓക്കെ ഇനി കളിയൊന്നും ചെയ്യുന്ന കാര്യം പിന്നെ അത് പെർഫെക്റ്റ് serious ആയിരിക്കണം. പെർഫെക്റ്റ് ആവുന്ന വരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എത്ര പ്രാവശ്യം ആണെങ്കിലും ഇനിയും ഓക്കെ. അത് നമ്മൾ ആരും അതങ്ങനെ വേറെ രീതിയിൽ എടുക്കാറില്ല. അതൊരു ഗ്രൂപ്പ് അതൊരിക്കലും നെഗറ്റീവ് രീതിയിൽ എടുക്കത്തില്ല. എല്ലാവരും പ്രാക്ടീസ് ചെയ്യും. മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ ഫണ്ണ. പിന്നെ ഞങ്ങളെ ഞങ്ങളല്ല അത് വേറെ. അതെ, ബൈപ്പോളറ് ഞങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഒരു സ്റ്റെപ്പ് കളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ തെറ്റിക്കുവാണെങ്കിൽ ഇവര് തന്നെ വീണ്ടും എത്രയും പേര് കണ്ടിന്യൂ ചെയ്യിപ്പിക്കും. അപ്പൊ അടുത്ത ആൾ അടുത്ത സ്റ്റെപ്പ് തെറ്റിച്ചോണ്ടേ ഇരിക്കുക. ഇപ്പൊ ഒത്തിരി ട്രയൽ പോകും, ഒരു സ്റ്റെപ്പ് ഓരോ ആൾക്കാർ തെറ്റിക്കും, അപ്പൊ ഞങ്ങളും ഇവിടെ കളിക്കും. സോ ഇറ്റ്സ് ഫൺ ആക്ച്വലി. ഏറ്റവും കൂടുതൽ കുട്ടിക്കളി ആർക്കാണുള്ളത്? കുട്ടികളാണ് ഇപ്പോഴും. അങ്ങനെ എന്നെ ചേച്ചി കുഞ്ഞിലേ മുതലേ അങ്ങനെ കുട്ടിയായിട്ട് കണ്ടു. സോ ഡെഫിനറ്റ്ലി അവള് എനിക്കൊരു ചേച്ചിയല്ല, ചേച്ചിനെക്കാളും ഒരു തള്ളവല്ല വൈബ് തള്ള. എനിക്ക് എന്ത് ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഫസ്റ്റ് പോയി ചേച്ചി. അപ്പൊ പിന്നെ ചേച്ചിന്റെ കൂടെ ഇവിടെ നിക്കുമ്പോ കുട്ടിക്കളിയൊക്കെ ആവാം. അവരും അതേപോലെ തന്നെയാണ്. ഇപ്പം ഒന്നിന്റെ സ്ഥലത്ത് വേറെ 2 കൂടി കിട്ടിയ പോലെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, അതായത് ഇവിടെ കാനഡയിലുള്ളപ്പം ഡെഫിനറ്റ്ലി ഒറ്റയ്ക്കുള്ളതിനേക്കാളും പ്രയോറിറ്റി നമുക്ക് കൂടെ ഒരാളുണ്ടെന്നുള്ളൊരു തോട്ട്. ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഒരു 6 മാസം എനിക്ക് ഞാൻ ഫേസ് ചെയ്തൊരു ലൈഫ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ എന്ന് ഋദ്ധാശോക് എന്നുള്ള ഒരാളെ കണ്ടോ അന്നാണ് എന്റെ ലൈഫ് മാറിയത്. ലിറ്ററലി എന്റെ ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പൈസ കൊടുത്തിട്ടില്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം അത് എന്തായാലും വേണം. ശരിക്കും ചേച്ചീനെ കണ്ട അന്ന് മുതലാണ് എൻ്റെ ലൈഫ് കാനഡയിലുള്ള ലിറ്ററലി ക്വിറ്റ് ചെയ്തിട്ട് പോവാന്നുള്ള ഒരു മൊമെന്റ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഡാൻസ് ഇല്ല, നാട്ടിലുള്ള ഒരു ലൈഫ് അല്ലായിരുന്നു, ഒറ്റപ്പെട്ട ഒരു ലൈഫ്. അത് എന്ന് മാറിയത് ഇപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു സിസ്റ്ററിനെ പോലെയാണ്. എനിക്ക് ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട്, എൻ്റെ സ്വന്തം അനിയത്തി ഉണ്ട്. അവളെ പോലെയാണ് എനിക്ക്, എന്നെ ഒരു ഗൈഡ് ചെയ്യാൻ എൻ്റെ ഒരു മൂത്ത ചേച്ചീനെ പോലെയാണ് എനിക്ക്. അല്ല അതാണ് അങ്ങനെ ഒരാളുള്ളപ്പോ നമുക്ക് കുട്ടിക്കളി കാണിക്കാം. നമുക്ക്
ആ ഒരു കംഫർട്ട് സോൺ ഉള്ളപ്പോ നമുക്ക് കാണിക്കാം. എല്ലാരും കുട്ടികളിയുണ്ട് ഈ പറഞ്ഞോണം. എല്ലാരും കുട്ടികൾ തന്നെയാണ്. ഇപ്പം മൃദുലൊക്കെ എന്റെ സെയിം ഏജ് ആണെങ്കിലും അവിടെ എല്ലാരും കുട്ടികളെ കുട്ടി ഇവിടെ എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ഒരു ബലൂണ് പൊട്ടിക്കാൻ കൊടുക്കാൻ നമുക്കങ്ങനെ പ്രിറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചേച്ചിയോടെ. അതായത് നമ്മൾ എന്താണോ ആരാണോ അതുപോലെ അങ്ങ് നിന്നാ മതി. ആക്സെപ്റ്റ് ചെയ്യാൻ ചേച്ചി റെഡിയാണ്. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് നിക്കാൻ പറ്റും. ഇവിടെ അങ്ങനത്തെ ആൾക്കാര് ഇപ്പൊ ശ്രീ പറഞ്ഞ പോലെ തന്നെ അടുത്ത പരിപാടി മുതൽ ഞാനും കൂടി എനിക്കും ചെയ്യണം. നമ്മളിവിടെ വന്നിട്ട് നമ്മള് ഫാമിലിന്ന് അത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തുന്ന ഇവിടെ വരുന്നത്. ന്യൂ കൺട്രി, ന്യൂ പ്ലേസ്, എല്ലാം നമുക്ക് വേറെ വേറെയാ. അപ്പൊ നമുക്ക് അന്ന് ഡാൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളവരാണ് നമ്മൾ ഒരുമിച്ച് വന്നത്. അപ്പൊ അങ്ങനെ നിന്ന് ഞാനാണ് ഇതിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ഒരാൾ എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ചേച്ചിയുടെ പോസ്റ്റ് കണ്ടിട്ടാണ്, ഒരു ഓഡീഷൻ കോൾ കണ്ടിട്ടാണ് ചേച്ചിനെ കോൺടാക്ട് ചെയ്തതൊക്കെ. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും ചേച്ചി ഇത്. പക്ഷെ പിന്നെ പിന്നെ നമ്മള് അടുക്കും തോറും നമ്മൾക്ക് ഭയങ്കര ആ ഒരു സന്തോഷവും ഇഷ്ടമൊക്കെ കൂടി ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു കൺട്രിയിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കിട്ടുക. എന്തെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിയാം ഇങ്ങനെ കുറച്ച് പേര്. അപ്പൊ അതിൽ നമ്മൾ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഈവൻ ലൈക്ക് എന്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഇവിടെ ഇപ്പൊ ലെവിറ്റേറ്റിൽ വന്നത് ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ട് ഞാൻ മറ്റേ ഫ്ലാഷ് മോബിന് വേണ്ടിട്ട് അത് ഒരു ഡാൻസിന്റെ വീഡിയോ തന്നെയായിരുന്നു. ഡാൻസിന്റെ വീഡിയോ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമല്ലോ, ഡാൻസ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ലാസ്റ്റ് ഉണ്ട് ജോയിൻ ദ ടീം എന്ന് പറഞ്ഞിട്ട് ഒരു QR കോഡ്. ഇത് ഞാൻ രാത്രി 2 മണിക്കാണ് കാണുന്നതെന്ന് ആലോചിക്കണം. ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെ തിങ്ക് ചെയ്തിട്ടൊന്നും ചെയ്യുന്ന ആളല്ല. ഇമ്പൾസീവ് ആയിട്ടുള്ള തോട്ട്സ് തന്നെ എന്നെ എല്ലായിടത്തും എത്തിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് അത് QR കോഡ് കണ്ടു, അപ്പം തന്നെ സ്കാൻ ചെയ്തു. അപ്പം തന്നെ ഒരു ഫിൽ ഔട്ട് ഫോം ഉണ്ടായിരുന്നു, ആ ഫോം ഫില്ല് ചെയ്തു. അപ്പം ഞാൻ ഇട്ടത് ഫ്ലാഷ് മോബിന് വേണ്ടിട്ടായിരുന്നു. അത് വീഡിയോ അതാണല്ലോ കണ്ടത്, അതിട്ടു. അപ്പോൾ സാറ്റർഡേ ഇത് പ്രാക്ടീസ് ഉണ്ട് യോർക്ക് യൂണിവേഴ്സിറ്റി ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിരിക്കുക എൻ്റെ സെക്കൻഡ് കോഴ്സിന് വേണ്ടിയിട്ട്. അപ്പം ഞാനത് കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വെച്ചു ഓക്കെ കോളേജും പോയി കാണാം നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് ഒരു സാറ്റർഡേ ഞാൻ പോയി, വർക്കിന് ശേഷമാണെന്ന് തോന്നുന്നു എങ്ങനെയോ ഞാൻ അവിടെ പോയി. അവിടെ ഫ്ലാഷ് മോബിന് കയറിയതാ ഞാൻ. അതിന് ശേഷം അവിടുത്തെ ആർട്ട് ടീമിലായി, പിന്നെ മാർക്കറ്റിംഗ് ടീമിലായി, ഇപ്പൊ ഇവിടെ ഹോസ്റ്റും കൂടി ആയി. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഇവിടെ ലൈക്ക് ഇറ്റ്സ് ഫോർ എവ്രി വൺ. നിങ്ങൾക്കിപ്പം ഇങ്ങനെ പുതിയൊരു കൺട്രിയിൽ വരുമ്പം കണക്ഷൻ ബിൽഡ് ചെയ്യുക, ആൾക്കാർ കൂടെ ഉണ്ടാകുമ്പം എല്ലാവരോടും പോയി സംസാരിക്കുക, നിങ്ങളുടെ ഇമ്പൾസീവ് തോട്ട്സ് നിങ്ങളങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. റൈറ്റ് പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം. അതെ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ടക്ക് ടക്ക് എന്ന് സ്പീഡിൽ പറയണം. ഓക്കെ, വാട്ട്സ് ദ വിയർഡസ്റ്റ് ഓർ ഫണ്ണിയസ്റ്റ് ഫീഡ്ബാക്ക് യു ഹാവ് എവർ റിസീവ്ഡ് ആഫ്റ്റർ എ പെർഫോമൻസ്? അത് 2 എണ്ണം പറയാം. ഒരെണ്ണം മഹാ ഓണത്തിന് നമ്മൾ സെക്കൻഡ് പെർഫോമൻസ് ഒരു ഞങ്ങൾ എപ്പോഴും നമ്മൾ എന്താ പറയാ ഇപ്പം ഭയങ്കര കാര്യമായിട്ടിരുന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെ നമ്മൾ കൊറിയൊക്കെ ചെയ്ത് സോങ്സ് ഒക്കെ എടുക്കുമ്പോൾ, പക്ഷെ മഹാൻ സെക്കൻഡ് പെർഫോമൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഫൺ ആയിട്ടുള്ള എന്റർടൈനിങ് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ കോളേജിലൊക്കെ ചെയ്യുന്നത് പോലത്തെ. അപ്പൊ അത് യൂഷ്വലി ബാക്കി എല്ലാ സോങ്സും എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. ആ പെർഫോമൻസ് മൊത്തത്തിൽ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ, സോങ് സെലക്ഷൻ എല്ലാം ഇവക്ക് വിട്ടുകൊടുത്തു. അപ്പൊ അവള് മറ്റെല്ലാം നല്ല നല്ല സോങ്സ് എല്ലാം മറ്റേ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പം 2 തരത്തിലുള്ള കോമന്റ്സ് എനിക്ക് കിട്ടി. ഒന്ന് ഭയങ്കര വൈബ്, കാനഡയിൽ ഇത്രയും നല്ല വൈബുള്ള ഓണം, അടിപൊളി എന്നൊക്കെ. പിന്നെ ഓഫ്കോഴ്സ് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ ഈ കാനഡയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ സാരി ഒക്കെ ആരെങ്കിലും ഡാൻസ് ചെയ്യൂ, അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് കോമന്റ്സും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഞാൻ കൊടുത്തൊരു കോമന്റ്, ഇവർ 4 പേരല്ലേ പെർഫോമൻസ്, ചൈനീസ് 1 2 3 4 ഇടയ്ക്ക് കയറി വന്നു എന്ന് പറഞ്ഞില്ലേ മറ്റേ. അത് ഞാൻ അന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു ഇവരുടെ പെർഫോമൻസ്. കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഇവരെ ഇട്ടിട്ട് പോവാൻ തോന്നി. ലൈക്ക് എനിക്കൊന്ന് നമ്മൾ ചെയ്ത ഏറ്റവും സിങ്ക്രണൈസ്ഡ് അല്ലാത്തൊരു പെർഫോമൻസ് ചിലപ്പോൾ അന്നത്തതായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അതിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം തെറ്റിച്ചു കഴിഞ്ഞാലും പണ്ടൊക്കെ ഞങ്ങൾ സ്റ്റേജില് ബ്ലിങ്ക് നിറഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ അതിൽ ഞങ്ങൾ ഇമ്പ്രൂവ് ആയി. അതോടുകൂടി ഞങ്ങൾ പഠിച്ചു. തെറ്റിച്ചാലും ഞങ്ങൾ കണ്ടിന്യൂസ് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് കളിച്ചാൽ മതി. എനിക്ക് തോന്നിയ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെയറായിട്ട് ചെയ്യുന്ന കറങ്ങുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ലാസ്റ്റ് വന്നപ്പോ എനിക്ക് ഇങ്ങോട്ടും പെയറില്ല, ഞങ്ങൾ ഒറ്റക്കായി അവര് പെയറായി. ഇങ്ങും അങ്ങോട്ടും കറങ്ങി, ഞാൻ ഇങ്ങോട്ടും കറങ്ങി. സപ്പോസ് ടു ബി പെയർഡ് സ്റ്റെപ്പ് ആയിരുന്നു. അത് തന്നെ ഒരു ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പൂവാല ശല്യം, എനി ഫണ്ണി പ്രപ്പോസൽ, മറ്റെങ്ങനെ അത് ഗേൾ ഇൻ റെഡ് അതിനാണോ?
അവിടെ നിന്ന് തുടങ്ങും ഇവിടെ അവസാനം. അതെ അതെപ്പോഴും കൂടുതൽ വരുന്നത് അവിടെ എന്താണോ അങ്ങനെ ഒരു ഫണ്ണി പ്രപ്പോസൽ ഒക്കെ കിട്ടിയത്? എന്തെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടോ? സെയിം ആയിട്ട് ഞങ്ങളെ നോക്കുമായിരുന്നു. മെസ്സേജ് നോക്കും. മെസ്സേജ് റിക്വസ്റ്റ് നോക്കുമ്പോ സെയിം ആളെടുത്ത് സെയിം മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് രണ്ടുപേരും. എന്ത് ആത്മാർത്ഥത ഒരേ മെസ്സേജ് രണ്ടുപേർക്ക്. ഇവിടെ നോക്കിയിട്ട് രക്ഷയില്ലാതെ കണ്ടിട്ട് ചിലർ എനിക്ക് മെസ്സേജ് അയക്കും. ഹേ ശ്രീലു, ക്യാൻ യു ജസ്റ്റ് ടെൽ യുവർ ഫ്രണ്ട് റിഗാർഡ് ടു കോണ്ടാക്ട്. ഞാൻ റിപ്ലൈ പിക്കപ്പ് ലൈൻസ് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള പിക്കപ്പ് ലൈൻസ്. ഏതെങ്കിലും ഒന്നും ഓർമ്മയുണ്ടോ? കവിത ഒക്കെ എഴുതും. നിന്റെ മിഴികൾ പാരഗ്രാഫ് ഉണ്ടാവും. രസാട്ടോ പക്ഷേ വായിക്കാൻ നല്ല രസമാണ്. ചില മെസ്സേജ് ഒക്കെ വായിക്കാൻ നല്ല ഫണ്ണി. ഓക്കെ, എല്ലാരും കേട്ടോ, ഇവരെല്ലാം കാണുന്നു കേൾക്കുന്നൊക്കെ ആക്ച്വലി മെസ്സേജ് റിക്വസ്റ്റ് പോയിട്ട് വായിക്കാറുണ്ട് എന്തൊക്കെയാ വരുന്നതില്ല. അപ്പൊ നല്ല രസമായിരിക്കും ചിലർക്ക് കാണാൻ. ഈ കാനഡയിലുള്ള ചിലരൊക്കെ മെസ്സേജ് അയക്കും. നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവർക്ക് മെസ്സേജ് അയക്കും, നീ ഈ പെർഫോമൻസ് നീ ഈ സോങ്ങിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭയങ്കര എന്താ പറയാ അധികാരത്തോടെ പറയും, നീ ഈ സോങ്ങിൽ റീൽ ചെയ്യണം, അത് നന്നായിരിക്കും, നീ ഷൂട്ട് ചെയ്യണം, നീ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ If your dance group had to perform in a Malayalam movie, which would it be? അക്കരെ നിക്കണ ചക്കരം അത് പിന്നെ ചൂള പഠിച്ച് കറങ്ങി. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വൈബ് എനിക്ക് ആ പാട്ട് പോലെയൊക്കെ തന്നെ തോന്നിയത്. ഇമാജിൻ യുവർ ഡാൻസ് ഗ്രൂപ്പ് ആസ് എ ഫാമിലി. അപ്പോൾ ഇത് ഏതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ആരാണ് സ്ട്രിക്ട് പാരന്റ്? ചേച്ചി. ആരാണ് നോട്ടി സിബ്ലിംഗ്? കിട്ടിയില്ലേ? ഇവർ ട്വിൻസ് ആണ്, നമുക്ക് അങ്ങനെ. ഓക്കെ, ആരാണ് ലേസി കസിൻസ്? ഓക്കെ, എന്നാ ആരാണ് ഉപദേശി അമ്മാവൻ? എന്തെങ്കിലും ലൈക്ക് പെട്ടെന്ന് കൊറിയോ ലൈക്ക് എന്തെങ്കിലും കുട്ടികളി ഒരുപാട് കളിച്ചോട്ടെ ഞാൻ പറയും, കുറച്ച് ഔട്ട് ചെയ്യും. എന്നാലും മറ്റിപ്പം ഇങ്ങനെ പൂവാല ശല്യമൊക്കെ കാണുന്ന സമയത്ത് ആരാ അങ്ങനെ നിങ്ങളിപ്പം എല്ലാം ഗേൾസ് ആണല്ലോ, തരുണി മണികള്. ഇതിലേക്ക് ഒരു ബോയിനെ ചേർക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? നമ്മള് മുന്നേ രണ്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ബോയ്സിനെ വെച്ചിട്ട്, പക്ഷെ ടീമിലേക്ക് ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു ആവശ്യം വരുന്നു തോന്നിക്കഴിഞ്ഞാൽ ടീമിലേക്ക് ഇടുന്ന പ്രശ്നമൊന്നുമില്ല അല്ലേ? നമ്മളങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ആരും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെ അപ്രോച്ചബിൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതെ. ഓക്കെ ഗൈസ്, നിങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ അറിയാലോ എങ്ങനെയാ കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റാഗ്രാം പേജ്. അയ്യോ, ഓക്കെ. പിന്നെ ഒരു റാപ്പിഡ് ഫയറിലുള്ളത്, ആരാണ് ഏറ്റവും കൂടുതൽ ഫുഡി? നിങ്ങൾ എവിടെയാണെങ്കിലും 3 പേര് ഒരുമിച്ചായിരിക്കും അല്ലേ? എന്ത് ഒരു ഇത് വരുന്ന സമയത്തും ആക്ച്വലി ഞങ്ങള് ഫുഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് വേണം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വേണം. ചായ കുടിക്കും ഫുഡ് വേണമെന്നുള്ളൂ അവർക്ക്. ഫുഡ് കിട്ടിയാൽ മതി സമയത്ത്. ഫ്യൂച്ചർ ഓഫ് സാത്വിക എന്താണ് നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ ഒരു ഗോള്? ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പെർഫോം ചെയ്യണമെന്നുണ്ടോ? അതോ ലൈക്ക് എന്താണ് നിങ്ങളുടെ ഇനി അപ്കമിങ് ഇവന്റ്സ്? എന്തെങ്കിലും അതിനെ കുറിച്ച്? വേൾഡ് വൈഡ് ടൂർ ഒക്കെ നടത്തും സാത്വികയുടെ. മെയിനായിട്ട് സാത്വിക എസ്റ്റാബ്ലിഷ് ചെയ്യണം നന്നായിട്ട്. ഇപ്പം കാനഡയിലാണെങ്കിൽ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എനിക്ക് ഇന്ത്യയിലേക്കാണെങ്കിലും അതെ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ തുടങ്ങണം. എല്ലാ ജില്ലയിലും ഒരു ബ്രാഞ്ച്. നാട്ടിൽ എല്ലാവർക്കും സെറ്റിൽ ആകുമ്പോൾ ഓരോ ജില്ലയിലും ഡെഫിനറ്റ്ലി ലൈക്ക് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പം ബാരിയിലും സ്കാർബ്രോയിലും എനിക്ക് ക്ലാസ്സസ് ഉണ്ട്, പക്ഷേ കൂടുതൽ ചെയ്യണം, നാട്ടിലേക്ക് കൊണ്ടുപോകണം. കാരണം ഞാൻ ഡെഫിനറ്റ്ലി കാനഡയിൽ ഞാൻ ലോങ് ടേം ഞാൻ നിൽക്കില്ലായിരിക്കും, തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ ആകുമ്പം എനിക്ക് ഇവിടെ ഒരു പ്രോപ്പർ ബ്രാൻഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നാട്ടിൽ കൊണ്ടുപോയാലും നമുക്കതവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ അത് തന്നെ. ഓക്കെ, എന്നാൽ ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. പിന്നെ ഇവിടെ കാനഡയിൽ ഡാൻസിങ് പാഷനായി തുടരാൻ താല്പര്യമുള്ള ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?
ഒരു റൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡീപ്പ് ഇൻസൈഡ് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞാൽ അത് വരും. സോ ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. നമ്മളത് സെർച്ച് ചെയ്യണം. അതായത് എനിക്ക് ആ ഒരു സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ അന്വേഷിക്കായിരുന്നു, ഓക്കെ ഇവിടെ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയുണ്ട്. അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഞാൻ ചേച്ചീനെ കണ്ടതെങ്കിലും, പക്ഷെ ദാറ്റ് വാസ് ദ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പേഴ്സൺ. അതെ, അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പം നമ്മുടെ സമയം ശരിയാണെങ്കിൽ കറക്റ്റ് ആള് വരും. അതേപോലെ ചേച്ചീനെ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചേച്ചീനെ അറിയായിരുന്നു. ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ നോക്കി ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല മടിയായിരുന്നു, വേണോ വേണ്ടേ. പക്ഷെ ആ സമയം എത്തിയപ്പോ ഒന്നും നോക്കില്ല, ഓഡിഷൻ കോൾ കണ്ടു, ഞാൻ മെസ്സേജ് അയച്ചു. കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഞാനൊക്കെ നാട്ടിൽ നിന്ന് ഐ മീൻ ലൈക്ക് കാനഡയിൽ വന്നിട്ട് ഒരു 4 years കഴിഞ്ഞിട്ട് ഇപ്പൊ ശ്രീ ഒരു ഓഡീഷൻ ഇട്ടു എന്ന് പറഞ്ഞില്ലേ ശ്രീക്ക് കയറാൻ വേണ്ടി. അതിന് ആക്ച്വലി ഞാൻ കോൺടാക്ട് ചെയ്തത് ഋദ്ദേനെ. അപ്പൊ ഋദ്ധ ചോദിച്ചു ഡാൻസിന്റെ വീഡിയോ ഉണ്ട്. എൻ്റെ ഒന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ. ഒന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. പിന്നെ ഒരു വർക്ക്ഷോപ്പിന്റെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ 15 or 10 years ആണ് ഞാൻ വീണ്ടും ഡാൻസിലേക്ക് തന്നെ കയറുന്നത്. ഞാൻ പറഞ്ഞു എടാ ഞാൻ അത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ കയറുന്നത്, സാരില്ല നീ വാ എന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് അവരുടെ ഡ്യൂട്ടിയാണ്. നമുക്ക് ഹെസിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കണം. ഇപ്പം ഞാൻ ചേച്ചിയുടെ ഒരു വീഡിയോ ഫസ്റ്റ് ഞാൻ ഈ ടീമിൽ വരുന്നതിന് മുന്നേ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കത് നമ്മളിങ്ങനെ റീൽ കാണുമ്പോൾ അത് ചെയ്യുമല്ലോ, റീലായിരുന്നു. അപ്പൊ ഞാനത് ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കൊറിയോ നല്ല ടഫാ. അപ്പൊ ഞാൻ സേവ് ചെയ്ത് വെച്ചു. എനിക്ക് ചേച്ചിനെ അറിയത്തേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു വർക്ക്ഷോപ്പ് കാണുന്നേ ഈ മൃദുല ചേച്ചി ഇട്ടൊരു വർക്ക്ഷോപ്പ് സ്റ്റാറ്റസ് കണ്ടു. അപ്പൊ ഞാൻ അടുത്ത് പോവാം. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ സേവ് ചെയ്ത് വെച്ച ആളുടെ വർക്ക്ഷോപ്പ് സെയിം കൊറിയോ. അത് ശരിക്കും പഠിക്കാൻ യോഗം ഉണ്ടായിരുന്നു. അതെ, നമ്മളത് പാഷനേറ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. പക്ഷെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. ഇപ്പം ആ വർക്ക്ഷോപ്പിന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് ചേച്ചിയുടെ ടീമിൽ കയറാൻ പറ്റും. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അർഹിക്കുന്നത് ആഗ്രഹിക്കണം. അപ്പം ഇവരുടെ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ഇവരുടെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആണ്. ഇവിടെ പെർഫോമൻസ് അത്രയ്ക്ക് ടക്ക് ടക്ക് എല്ലാം ഭയങ്കര ഇത്. അപ്പൊ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ നോക്കി. അപ്പം ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ ആ ആഗ്രഹം കൊണ്ടും പിന്നെ ഞാൻ എപ്പോഴും ചേച്ചി എന്ത് പഠിക്കാൻ പറഞ്ഞാലും ഞാനത് പഠിക്കാൻ ശ്രമിക്കും. വീട്ടിൽ പോയിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ എനിക്കൊന്നും നമ്മളും കഷ്ടപ്പെടണം. ആഗ്രഹവും വേണം, നമ്മൾ കഷ്ടപ്പെടുകയും വേണം. പിന്നെ നമ്മൾ ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ അപ്പോഴാണ് നമുക്കത് കറക്റ്റ് ടൈമിൽ കിട്ടുന്നത്. എന്തെങ്കിലും പിന്നെ എനിക്ക് പറയാനുള്ളത് പഠിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് വേണം. അപ്പം സപ്പോർട്ടിങ് എല്ലാ ടീംസ് ഭയങ്കര സപ്പോർട്ടാണ്. ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും വീട്ടിലാണെങ്കിൽ പോലും വീഡിയോ എടുത്ത് അയച്ചു തരാൻ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു ടീമാണ് ടീം സാത്വിക. അപ്പൊ അത് പഠിച്ചെടുത്ത് അവരെ കൂടെ തന്നെ നിൽക്കാനുള്ളൊരു മനസ്സ് എല്ലാവർക്കും ഒരുമിച്ചാണെങ്കിൽ ദേ വിൽ ഗ്രോ ഡെഫിനറ്റ്ലി. ബിക്കോസ് നമുക്ക് നല്ലൊരു മെന്ററിനെയാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് ഹൃദയനെ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, കമന്റ് ചെയ്തായിരുന്നു. പക്ഷെ സ്ട്രൈക്ക് ചെയ്തൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാഷൻ ഷോയ്ക്ക് ഋതു ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അവള് പറഞ്ഞു ഇങ്ങനെ കാനഡയിൽ ഒരുപാട് ആൾക്കാര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ചബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ട് ഇവിടെ വന്ന് മുടങ്ങിപ്പോയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങണമെന്നാണ് ഹൃദയുടെ ആഗ്രഹം എന്ന് ഹൃദയ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ഒന്നും നോക്കിയില്ല. അപ്പൊ ഞാൻ ഹൃദയ്ക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾ അങ്ങനെയാണ് ഫ്രണ്ട്സ് ആകുന്നത്. അപ്പൊ അതൊക്കെ വളരെ ചിലരിൽ ഉണ്ടാകുന്ന ഒരു ഗുഡ് ക്യാരക്ടേഴ്സ് ആണ്. എല്ലാവരും അപ്രോച്ചബിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇതിനു മുന്നേ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ 2011 കഴിഞ്ഞിട്ട് ഡാൻസ് കളിച്ചിട്ടേ ഇല്ല. എനിക്ക് റെസ്പിറേറ്ററി ഇഷ്യൂ വന്നിട്ടുണ്ട്. കളിക്കാൻ പാടില്ല, സ്റ്റേജിൽ ഡാൻസ് നിർത്തേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ 2019 ഡോക്ടർ പറഞ്ഞു യു ക്യാൻ സ്റ്റാർട്ട് ഡാൻസിങ് എന്ന് പറഞ്ഞു. വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഇൻസ്റ്റഗ്രാമിലില്ല. പല അപ്രോച്ച് പോയപ്പോഴും ആളുകൾ പറഞ്ഞത് ലൈക്ക് വീഡിയോസ് ഇല്ലല്ലോ, ഇയാളുടെ അക്കൗണ്ടിൽ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ പോലും ഇറ്റ്സ് നോട്ട് അപ്രോച്ചബിൾ വീഡിയോ. അപ്പൊ ഞാൻ ഹൃദയോട് പറഞ്ഞു ഞാൻ ഡാൻസ് നിർത്തിയ ഒരു വ്യക്തിയാണ്, ഇന്ന ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഹൃദയ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, നമുക്ക് ടീം ആഡ് ചെയ്യാം, നീ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കാം. ഹൃദയുടെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചല്ലോ നമ്മളിപ്പോൾ വീക്കെൻഡ്സിൽ വന്ന് ജസ്റ്റ് ഡാൻസ് കളിച്ച് പോകുകയാണോ? അല്ല, ഹൃദയ ക്ലാസ് എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക്. ഹൃദയ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ ടീം ബിൽഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹൃദയ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാം ക്ലാസിക്കൽ രീതിയാണെങ്കിലും വെസ്റ്റേൺ രീതിയാണെങ്കിലും ഹൃദയ ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ടൈം കണ്ടെത്തുന്നുണ്ട്, എവിടെ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം ആരോട് ചോദിച്ചാലും അവർ നമുക്ക് സമയം മാറ്റി നിർത്തി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. So I'm very proud to be in this team.
ഇപ്പം തന്നെ മഹാഓണത്തിന് മെഗാ തിരുവാതിര നടത്തി 100+ എത്രയാന്ന് കൗണ്ട് എനിക്ക് അറിയത്തില്ല. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊറിയോഗ്രാഫി ചെയ്യിപ്പിച്ചു, ഡ്രസ്സ് എത്തിപ്പിച്ചു, ഇത്രയും വലിയൊരു പ്രോഗ്രാം യങ് ആൻഡ് അണ്ടർ സ്ക്വയറിൽ നടത്തി. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ശരിക്കും നല്ല സന്തോഷം ആൻഡ് പ്രൗഡാണ്. ഫസ്റ്റ് ജെറിൻ ചേട്ടൻ വിളിച്ചെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതൊരു ചലഞ്ച് പോലെയാണ് തോന്നിയത്. ഓക്കെ, കാരണം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. ഫസ്റ്റ് പ്രാക്ടീസ് അല്ലേ കുഴപ്പമില്ല, കാരണം ഒരു 20 പേരൊക്കെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടീസ് പോകുന്നതനുസരിച്ച് ആൾക്കാർ കൂടി തുടങ്ങി. 100 ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഇത്രയും പേരെ എൻ്റെ സൗണ്ട് നമ്മൾ എടുത്ത് സംസാരിക്കണം, പിന്നെ മൈക്കൊക്കെ കൊണ്ടുപോകുന്നു. ബട്ട് സ്റ്റിൽ നമ്മളെടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചധികം കൂടുതലായിരുന്നു. ഡ്രസ്സ് കോർഡിനേറ്റ് ചെയ്യണം, എല്ലാം എന്താ പറയുക, അതൊരു ചാലഞ്ചിങ് ഫേസ് ആയിരുന്നു അത്രയും പ്രാക്ടീസ് സമയം. പക്ഷെ അതിനുള്ളൊരു ആ എടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടി. നന്നായിട്ട് വന്നു ഔട്ട്. ലൈക്ക് നമ്മളെടുക്കുന്ന എഫേർട്ടാണ് ശരിക്കും നമ്മൾ എത്രമാത്രം അതിൽ നമ്മുടെ ഹാർട്ടും നമ്മുടെ ഒരു എന്താ പറയുക ഫുൾ നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. നമ്മൾ അത്ര എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വരുന്നുണ്ട്. അന്ന് ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഇന്നും കോൺടാക്റ്റിലുണ്ടോ? അന്ന് ജോയിൻ ചെയ്ത കുറെ ചേച്ചിമാർ എനിക്ക് ഇപ്പോഴും ടെക്സ്റ്റ് ചെയ്യും. വർക്ക്ഷോപ്പ് വന്നാൽ പറയണം. കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ അതിൽ കുറെ പേര് വന്നായിരുന്നു. അപ്പൊ അവർ പറയും വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടാവും, പറയണം. ശരിക്കും ഭയങ്കര കുറെ കാലത്തിന് ശേഷം നാട്ടിൽ നിന്നൊക്കെ പണ്ടേ നിർത്തി കഴിഞ്ഞ് ഇതൊരു ഡാൻസ് ചെയ്യാത്ത കുറെ പേര് അന്ന് തിരുവാതിരയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഭയങ്കര താങ്ക്ഫുൾ ആയിരുന്നു. ലൈക്ക് ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അപ്പൊ നന്നായി ചെയ്ത് ലൈക്ക് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർ അത് പറയുമ്പോൾ നമുക്ക് ഡീപ്പ് ഇൻസൈഡ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. കാരണം ലൈഫിൽ നമ്മൾ ഹാപ്പി ആവുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പി ആവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ മുഖത്ത് നമ്മൾ കാരണം ഒരു സ്മൈല് കൊണ്ടുവരാൻ പറ്റി, അല്ല അവരുടെ ഹാപ്പിനെസിന്റെ പാർട്ടാവാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക ഡിവൈൻ അല്ലെങ്കിൽ ഒരു പ്യൂർ ബ്ലിസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. അപ്പോൾ ഇപ്പൊ ഇവരൊക്കെ ഇത് പറയുമ്പോഴാണെങ്കിലും എനിക്ക് വേറൊന്നും വേണ്ട, ഇത് കേൾക്കുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇപ്പം എന്താ പറയുക, ഇവർ ഓരോരുത്തരും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കുക. അവർ പറയുന്നത് എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഞാൻ എന്തൊക്കെയോ ഞാൻ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് എൻ്റെ ഡേ പ്രൊഡക്റ്റീവ് ആവുന്നത്, എൻ്റെ ഡേ എന്താ പറയുക ഭയങ്കര ഫുൾഫിൽ ആവുന്നതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെയാണ്. സോ അതൊക്കെ ഭയങ്കര നൈസായിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു ആ സമയത്ത്. അതുപോലൊക്കെ ഇനിയും ഒരുപാടൊക്കെ ഉണ്ടാവട്ടെ. ലിമിറ്റഡ് ഫാമിലി വന്നിട്ട് ഇപ്പം നമുക്ക് നല്ല പരിചയമുണ്ട്. ഇപ്പം നിങ്ങൾ വേറൊരു പ്രോഗ്രാംസിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെൻസസ് ഒക്കെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ ചിലപ്പം ഈവൻറ്റ് കോർഡിനേറ്റേഴ്സ് ആയിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവർ സംസാരിച്ചിട്ടായിരിക്കും പിന്നെ കോർഡിനേറ്റേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് ചിലപ്പോൾ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർ പെർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇതിലിടുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രാക്ടീസിനായിട്ട് നമ്മൾ ഒരുപാട് ഡേയ്സ് ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഇപ്പം ക്യാഷ് ആണെങ്കിലും എല്ലാം നമ്മൾ ഡ്രസ് കോസ്റ്റ്യൂം, നമ്മുടെ ഫുഡ്, നമ്മുടെ ട്രാവൽ, ഒരുപാട് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ചില കോർഡിനേറ്റേഴ്സൊക്കെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ, വലിയ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് എന്തെങ്കിലും വന്ന് ചെയ്തൊക്കെ. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നും. കാരണം എന്തെങ്കിലും വന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില അപ്രോച്ചസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വന്നൊരു 10 മിനിറ്റ് ചെയ്താൽ മതി, ഒരു 20 മിനിറ്റ് ചെയ്യാൻ പറ്റുമോ, ഒരു 200 തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ ഒരു കോസ്റ്റ്യൂം ഇട്ട് ചെയ്താലും മതി, ഒരു 20 മിനിറ്റ് പെർഫോമൻസ് ചെയ്യുമോ, നിങ്ങൾക്ക് ഒരു $200 തരാം, $200 തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിക്കും ലൈക്ക് എന്തടിസ്ഥാനത്തിൽ അവരങ്ങനെ ചോദിക്കുന്നതെന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ മേ ബി സ്റ്റുഡൻസ് ആയതുകൊണ്ടാണോ അതോ നമ്മൾ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെക്കഗ്നീഷൻ കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇവർ എത്രയോ കാർഡ് കൊടുത്തിട്ടായിരിക്കും പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവരുന്നുണ്ടാവും. അതിന് റെഡി ആയിട്ടുള്ള ആൾക്കാർ പോട്ടെ, ഞങ്ങൾ ചെയ്ത സെയിം ഇവന്റിന് റഷ്യൻസ് ഒക്കെ വന്ന് പെർഫോം ചെയ്യും. അവർക്ക് കൊടുക്കുന്നതിന്റെ ഒരു 1/3 ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. അപ്പം വൈ നമുക്കത് പ്രോപ്പർ ആയിട്ടുള്ള റെക്കഗ്നീഷൻ കിട്ടുന്നില്ല എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ചില കോർഡിനേറ്റേഴ്സ് നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു വേ ഓഫ് കോൺവെർസേഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതൊരു എനിക്ക് തോന്നിയിട്ടൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ഞാൻ ലെവിറ്റേറ്റിന്റെ പോഡ്കാസ്റ്റിൽ ഇരുന്ന് ലെവിറ്റേറ്റിനെ പറ്റി പറയല്ല, പക്ഷേ
ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ലെവിറ്റേറ്റിന് അത് ആ ഒരു മെയിൻ കാര്യമാണ്. നമ്മളെ പ്രോപ്പർ റെസ്പെക്ട് എന്നിട്ടായിരിക്കും എന്നെ ഓരോ കോളും എന്നെ ചെയ്യുന്നത്. ലൈക്ക് ഋത്തിക്ക് സമയമുണ്ടോ, എപ്പോഴാണ് അവൈലബിൾ ആയിരിക്കുക, നമ്മുടെ ടൈമിനും നമ്മുടെ ടൈമിന് റെസ്പെക്ട് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അത് നിങ്ങൾ അതായത് ലിമിറ്റേറ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യാറുണ്ട്. എന്നെ എപ്പോഴും ചെറുചേട്ടനാണെങ്കിലും നിക്കിത്തയാണെങ്കിലും ആര് വിളിക്കുകയാണെങ്കിലും ഫസ്റ്റ് ചോദിക്കുന്ന ഋത്തിക്ക് ടൈമുണ്ടോ, എപ്പോഴാണ് അവൈലബിൾ ആയിരിക്കുക, ഇങ്ങനെ ഒരു ഇവന്റ് നമുക്ക് വരുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ. നമുക്ക് ആ ഒരു റെസ്പെക്ട് അത് എന്താ പറയാ, നമുക്ക് ക്യാഷ് അതൊന്നും അല്ല അവിടെ. നമുക്കൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് നമ്മുടെ പെരുമാറുക, അതുള്ളതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. സോ ലെവിറ്റേറ്റിന്റെ മെയിൻ ആയിട്ട് ഞങ്ങൾ എപ്പോഴും ടീമിൽ സംസാരിക്കുന്ന ഒരു കാര്യം അതാണ്. ലെവിറ്റേഴ്സ് ആണോ പോവാം, എന്തായാലും നോക്കിയിരിക്കും. നമുക്ക് കൂടുതൽ ഞങ്ങൾ സെക്കൻഡ് തോട്ട് ഞങ്ങൾക്ക് വരാറില്ല. ബാക്കി വരും ഞങ്ങൾ ലിറ്ററലി ഞാൻ ആലോചിക്കും, ഓക്കെ എവിടെയാണുള്ളത്, എന്താണ് ഈ ഇവന്റ്, എന്താണ് ഫുൾ ഞാൻ സ്റ്റഡി ചെയ്യും. ലെവിറ്റേറ്റ് ആകുമ്പോൾ എനിക്ക് സെക്കൻഡ് തോട്ടിന്റെ ആവശ്യമില്ല, ബിക്കോസ് എനിക്ക് അറിയാം ഹൗ ദേ ആർ എന്നുള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഉള്ള എല്ലാ പരിപാടിയിലും ഇപ്പൊ ഉണ്ടല്ലോ. എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ഡാൻസ് കളിക്കുന്ന ഒരു 10 മിനിറ്റ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് മാത്രമാണ് ഓഡിയൻസ് കാണുന്നത്, ബിഹൈൻഡ് ദ സീൻസ് കാണുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതും അല്ല. ഞങ്ങൾ പോയ ഒരു സ്ഥലം, അത് വിന്റർ ടൈം, ഞങ്ങൾക്ക് വെള്ളം പോലും ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു വെള്ളം അല്ല, അതൊക്കെ ഒരു ബേസിക്. പിന്നെ ഞങ്ങൾ റഷ് ചെയ്യിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ഒരു 2-3 ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർട്ടിസ്റ്റാണ്, നമ്മൾ ഡാൻസ് ആണ് കളിച്ചത്. നമ്മളോട് അടുത്ത് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ലേ, നിങ്ങൾക്ക് അടുത്ത കയറാൻ താല്പര്യമുണ്ട്, രണ്ട് രീതിയാണ്. അതെ, ഇപ്പൊ ഞങ്ങൾ പോയ സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഹൃദയ്ക്ക് സുഖമില്ലാതായി. നമ്മൾ കോഫി ചോദിച്ചു, ഒരു കോഫിയും കൊണ്ടുവന്നു. ഞങ്ങൾ 7 പേരും കൂടെ ഷെയർ ചെയ്ത് കുടിച്ച അവസ്ഥ വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം കിട്ടാതെ, അത് വിന്റർ ടൈമില്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ അതൊക്കെ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഫാമിലി ഇല്ല, നമ്മൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോയി കളിക്കുന്ന സ്ഥലമാണ് നമുക്ക്. അപ്പൊ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും തിരക്കായിരിക്കും, ഓടി നടന്ന് പരിപാടി വിജയിപ്പിക്കാനായിട്ട് എല്ലാവരും നടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു വെള്ളമൊക്കെ എപ്പോഴും അത് വെക്കണം തീർച്ചയായിട്ടും. അത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എപ്പോഴും അവൈലബിൾ ആണെന്നൊരു തോട്ടാണ് ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കുള്ളത്. മലയാളികളാണ്, സ്റ്റുഡൻസ് ആണ്, അവര് വന്നിട്ടേ ഉള്ളൂ. സോ അവർക്ക് അത്രയൊക്കെ മതി, അങ്ങനെ എന്തോ ഒരു തോട്ട് വന്നിട്ടുണ്ട്. സോ അതൊന്നും മാറേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്രോച്ച് കുറച്ച് മാറ്റണം എന്നുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. എല്ലാ ടീമിനും എല്ലാ ടീമിനും ഒരു ഡാൻസ് ആണെങ്കിലും അതിന് അതിന്റേതായ എഫോർട്ടും എല്ലാം ഉണ്ട്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിരിക്കാം, ചിലപ്പം ഒരു സിംഗർ ആയിരിക്കാം, അവർക്ക് നമുക്ക് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവർക്കുള്ള പ്രോപ്പർ റെസ്പെക്ട് നമ്മൾ എപ്പോഴും കൊടുക്കണം. അത് മാത്രമല്ല കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ടീം സാത്വിക ഇത്ര രൂപയ്ക്ക് ചോദിച്ചു, അല്ലെങ്കിൽ വേറെ ടീം എ ഇതിന് കളിച്ചു, നിങ്ങൾക്ക് എന്താ അത് കളിച്ചു, ആ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് കേൾക്കുന്ന ചോദ്യമാണ്. ആ ടീം വന്ന് കളിക്കാമെന്ന് പറഞ്ഞല്ലോ, അവർക്ക് കളിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കളിച്ചൂടാ? പക്ഷേ എവറി പേഴ്സണലി, എവറി ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ എവറി ടീം അവർ ഡിഫറെന്റ് സോൺസ് ആണ്. എല്ലാവരും ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ ഇറങ്ങുന്നത് പോലും, ഹാർഡ് വർക്കിംഗ് പോലും. ഇപ്പം ഹൃദ മാക്സിമം എല്ലാ പെർഫോമൻസും ഞങ്ങൾ പുതിയ കോസ്റ്റ്യൂംസ് ഇടാൻ നോക്കുന്നവരാണ്. നമ്മൾ നാട്ടിൽ നിന്ന് തപ്പിച്ചുകൊണ്ട് വരുന്നവരാണ്. നമ്മൾ ഇവിടുന്ന് വാടകയ്ക്ക് എടുക്കുന്നത് വളരെ റെയറായി. ഇപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ എടുക്കാറേ ഇല്ല. അതെനിക്ക് ഓർമ്മയുണ്ട്, യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും സാരി കൊണ്ട് കൊടുത്തിട്ട്, ജനനി ചേച്ചിയാണെന്ന് തോന്നുന്നു, സാരി മറന്നുപോയിട്ട് പിന്നെ നെക്സ്റ്റ് ദിവസം, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മാക്സിമം വെറൈറ്റി കൊണ്ടുവരാം. മാക്സിമം ഈവൻ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ പോലും എല്ലാ പ്രോഗ്രാമും ഒരു പുതിയതായിട്ട് യൂണിക് രീതിയിൽ ഇറങ്ങാൻ നോക്കുന്ന ഒരു ടീമാണ്. അപ്പൊ അതിൻ്റെതായ എഫോർട്സ് ഇടുന്നുണ്ട്, എക്സ്പെൻസസ് ഉണ്ട്, എല്ലാവർക്കും ഇൻഡിവിജ്വൽ എക്സ്പെൻസസ് ഉണ്ട്. അപ്പൊ അതിന്റെ പിന്നെ കൂടുതൽ ഇവൾക്കും ഒരുപാട് എക്സ്പെൻസസ് വരുന്നുണ്ട്. ഞങ്ങൾ പോലും അറിയാത്ത ഒരുപാട് എക്സ്പെൻസസ് പുള്ളിക്കാർ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ട്രാവലിംഗിലാണെങ്കിൽ പോലും ബാരിന്നാണ് വരുന്നത്. പിന്നെ പോകുന്നതൊക്കെ ചില പ്രാക്ടീസ് ഒക്കെ 2 മണി 3 മണി വെളുപ്പിനൊക്കെയാണ് തീരുന്നത്. അപ്പൊ ആ ഒരു എഫേർട്ട് ഈ 5 days വർക്കും കഴിഞ്ഞിട്ട് ഇവരാണെങ്കിലും പ്രാക്ടീസ് കഴിയുന്ന അത്രയും, പിന്നെ ഇവർക്കുള്ള ഉറക്കം, പിറ്റേ ദിവസം നമ്മൾ രാവിലെ അടുത്ത പ്രാക്ടീസ് തുടങ്ങും. അപ്പൊ ആ ഒരു ഇതൊക്കെ അതൊന്നും ആരും കാണത്തില്ല. അതാണ് സ്റ്റേജ് ആണ്. അപ്പൊ ഇങ്ങനെ 200 രൂപക്കൊക്കെ ചോദിക്കുന്ന സമയത്ത്, $200 ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ ഇത് ശ്രദ്ധിക്കുക, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത്.
എല്ലാം പുട്ട് ടുഗെദർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിക്ക് നോക്കുക. അവരാ ഇവന്റിനുള്ള എഫേർട്ട് പോലെ തന്നെ ഞങ്ങളും അവരുടെ ഇവന്റ് വിജയിപ്പിക്കാൻ വേണ്ടി 100% ഇടുന്ന ടീമാണ്. അപ്പം അതൊന്ന് ഈവൻ ദ വേ ഓഫ് ദെയർ ടോക്കിംഗ് അത് ഭയങ്കര ഒരു റൂഡായിട്ടാണ് തോന്നാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നാട്ടിലെ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. പല പെർഫോമൻസിൽ ഹൃദയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് തോന്നാറുണ്ട്. കാരണം അറ്റ് ദ സെയിം ടൈം ഹൃദയ പറഞ്ഞ കറക്റ്റ് ആണ്. ബാക്കി ടീംസിനോടുള്ള അപ്രോച്ച്, ഇപ്പം വെളിയിൽ ഒരു ടീം വരുവാണ്, അപ്പൊ അവരോടുള്ള അപ്രോച്ച് പോലെ തന്നെ നമുക്ക് അതേപോലെ റെസ്പെക്ട് തരണം എന്നല്ല പറയുന്നത്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് നമ്മൾ അവരോട് നടക്കുക കാര്യങ്ങൾ, പക്ഷെ അതുപോലെ തന്നെ ഒരു ടീമാണ് നമ്മൾ. അങ്ങനെ പറഞ്ഞു എല്ലാവരും ഒരുപോലെ കാണുക. അതെ, എല്ലാവരും ഒരുപോലെ കാണാം. നമ്മളുടെ ഇപ്പൊ ഇനി മഹോണം 2025 വരുന്നുണ്ട്. അപ്പം അതില് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഡെഫിനറ്റ്ലി ഡേവ് ഇപ്പം ലെവിറ്റേറ്റിന്റെ ഫസ്റ്റ് പ്രോഗ്രാം അപ്പോലെയല്ല സെക്കൻഡ് ആയപ്പോഴേക്കും ഇവര് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നോണ്ട് ഞങ്ങൾക്ക് അറിയാം ഗ്രോത്ത് ശരിക്കും. അപ്പം ലെവിറ്റേറ്റിന്റെ ഫസ്റ്റ് ഇവന്റ് കഴിഞ്ഞ് സെക്കൻഡ് ഇവന്റിലേക്ക് വരുമ്പോഴേക്കും വോളണ്ടിയറിംഗ് വൈസ് ആണെങ്കിലും ടെക്നിക്കൽ വൈസ് ആണെങ്കിലും കോർഡിനേറ്റ് എല്ലാ തരത്തിലും ഭയങ്കര ഇംപ്രൂവ്മെന്റ് ആണ് ഇവർ കാണിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് വെൻ ലെവിറ്റേറ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. ഞങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കണം, അവർ നല്ലപോലെ നോക്കും. ബാക്കി ഏത് ഇവന്റ് ആണെങ്കിലും ഞാൻ തിങ്ക് ചെയ്യും, ഓക്കെ എനിക്ക് എനർജി ഡ്രിങ്ക് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, ഇതൊക്കെ ഫുഡ് സെറ്റ് ചെയ്യണം. ലെവിറ്റേറ്റ് ആകുമ്പോൾ എനിക്കൊന്നും ചിന്തിക്കണ്ട. സീരിയസ്ലി ഐ മീൻ, കാരണം ഞങ്ങൾക്ക് ഫുഡ്, വെള്ളം, പിന്നെ ടേക്ക് കെയറിങ് എല്ലാം ഞങ്ങൾക്ക് അവിടെ ഫസ്റ്റ് പ്രോഗ്രാം മുതൽ അതുണ്ടായിരുന്നു. അത് ഞങ്ങളിപ്പം ഒരുപാട് ഇവന്റ്സ് ചെയ്യുന്നുണ്ട്, പല പല കോർഡിനേറ്റേഴ്സും കാര്യങ്ങളും ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും ടു ബി വെരി ഓണസ്റ്റ്, ലെവിറ്റേറ്റ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഞങ്ങൾ മാത്രമല്ല ബാക്കി എല്ലാ ടീമും ആ ഇവന്റ് നടക്കുന്ന സമയത്ത് വി ഫീൽ ലൈക്ക് വി ആർ ഇൻ എ ഫാമിലി. അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർലി ടേക്കൺ കെയർ ആണ്, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ റെസ്പെക്ട് തന്നിട്ടാണ് ഇവര് നമ്മളെ. യെസ്, അത് ഭയങ്കര ഒരു ആർട്ടിസ്റ്റിന്റെ റെസ്പെക്ട് അത് നമുക്ക് കറക്റ്റ് കിട്ടും ഇവിടെ ലെവിറ്റേറ്റിന്റെ ഫാമിലിയിൽ വന്ന്. അതെ, ലെവിറ്റേറ്റിന്റെ ഫസ്റ്റ് പ്രോഗ്രാം മുതൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോ ഓക്കെ, ഇനി ഇപ്പം നെക്സ്റ്റ് ഇയർ മഹാഓണം, ഈ മഹാഓണം വരുന്ന സമയത്ത് അത് ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഓക്കെ, ലെവിറ്റേറ്റിന്റെ ഫസ്റ്റ് പാർട്ട് 1, പാർട്ട് അപ്പനും പോലും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പിന്നെ മഹാഓണം, അടുത്തത് മെഗാ ഓണം. അങ്ങനെ ആവട്ടെ. Of course. Yeah. So that's it for today. Thank you for everyone. ഇങ്ങനെ വരുന്നതിലും നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷം. നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ. നിങ്ങൾക്ക് ഇനി അതുപോലെ ഒരുപാട് വൈറൽ റീൽസുകൾ ഉണ്ടാവട്ടെ. നമ്മളുടെ മഹാഓണത്തിനും ഇനിയും ഇത്തവണ കഴിഞ്ഞ തവണ 3 എണ്ണം ചെയ്തു, ഇനി അതിലും കൂടുതൽ ചെയ്യട്ടെ. ഇനി ഒരുപാട് ടീംസ് ഒക്കെ ആയിട്ട് കിഡ്സ് ഉണ്ടായി, നിങ്ങളുടെ ഉണ്ടായി, മേ ബി ആണുങ്ങളുടെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഒരുപാട് അതുപോലെ ഉണ്ടാവട്ടെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യു ഗൈസ്. Thank you so much. ആ ബിരിയാണി എവിടെ? ഞാനിന്ന് തീർക്കും.